പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശിശാന് ഇന്ന് പകലിൽ നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിപ്പാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങൾ കർത്താവിൻ്റെ ദാസനോടൊപ്പം പാർത്ത് നിങ്ങളുടെ ഇടയിൽ വചനം ശുശ്രൂഷിക്കുവാൻ ദൈവം തന്ന അവസരങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു. നല്ല അനുഭവങ്ങൾ, സഹകരണത്തിനായി സ്തോത്രം നന്ദി പറയുന്നു. ദൈവദാസനോടും സഭയോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യയിലെ ചില കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയുവാനിടയായിത്തീർന്നാൽ നോർത്തെ പ്രതിസന്ധികളെ പറ്റി. ബട്ട് എല്ലായിടത്തും ചാലഞ്ചസ് ഉണ്ട്. നമ്മളെ ദൈവമാക്കിയിരിക്കുന്നിടത്ത് വിശ്വസ്തയോടെ നിൽക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഹല്ലേലൂയ. നിങ്ങൾക്കും ചലഞ്ചസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇവിടെയും ദൈവം നിങ്ങളെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശവും അത് തിരിച്ചറിഞ്ഞ് ഇവിടെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞതിൽ കൂടുതൽ അനുഗ്രഹം ഈ ഭൂമിയിൽ നമുക്ക് മറ്റൊന്നുമില്ല. ആമേൻ. കർത്താവിനെ അറിയാന്ന് പറഞ്ഞാൽ കുടുംബപരമായി ഇപ്പോൾ ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ മാതാപിതാക്കൾ കർത്താവിനെ അറിയുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ അറിയല്ല, പേഴ്സണലി ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് അത് പ്രത്യേകാൽ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവർ കോളേജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്നതിന് മുൻപ് ദൈവമായിട്ട് ഇവരെ കണക്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവം അവരെ ഗൈഡ് ചെയ്തു. സോ ദാറ്റ് ഈസ് വാട്ട് ആസ് പാരൻസ് you have to do. You have to pay attention. So may God bless each one of us this morning. ഇന്ന് പകലിൽ എൻ്റെ മനസ്സിൽ ദൈവം തന്നൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത് മീഖായുടെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. The book of Micah, chapter 6, verse 8. Yeah. ഇവിടെ നമുക്കറിയാം, ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പ്രവാചകന്മാരിൽ ചെറിയ പ്രവാചകന്മാരും വലിയ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലെ ഒരു പ്രവാചകനാണ് മീഖ. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഫസ്റ്റ് പ്രൈമറി ചോയ്സ് ആയിരുന്നു ദൈവം ആ ജാതിയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ അവർ ആ പർപ്പസും ആ ചോയ്സും ഒന്നും ശരിയായിട്ട് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിനകത്ത് ദൈവത്തിൻ്റെ പർപ്പസിൽ നടക്കുവാനോ അവർക്ക് കഴിയാതെ പോയി. They went away from the Lord many times. ഇതിങ്ങനെ ഒരു സൈക്ലിക്കലായിട്ട് അവരുടെ ജീവിതത്തിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന സംഭവമാണ്. ഞാൻ ഇന്നലെ എപ്പോഴും ഓർപ്പിച്ചു. കനാനിലേക്കുള്ള യാത്രയിൽ 40 വർഷം അവർ സഞ്ചരിച്ചു എങ്കിലും കനാനിൽ എത്തിയില്ല. സോ ദേ വർ ഗോയിങ് ഇൻ സൈക്കിൾസ്. റൗണ്ട് ആൻഡ് റൗണ്ട് പോകുമായിരുന്നു. അതായത് പാപം ചെയ്യും, അപ്പോൾ ദൈവം അവരെ അടിക്കും, പിന്നെ അവർ അനുദപിക്കും, പിന്നൊരു ഉദ്ധാരകനെ എഴുന്നേൽപ്പിക്കും, അവർ മടങ്ങി വരും, പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ പാപം ചെയ്യും. സോ ദിസ് വാസ് ഗോയിങ്. സോ അവസാനം എനിക്ക് തോന്നുന്നു ദൈവം പ്രവാചകന്മാരിലൂടെയൊക്കെ പലപ്പോഴും വളരെ കഠിനമായ വാക്കുകൾ സംസാരിക്കുന്നെങ്കിലും these words when we read, we feel like God is fed up with these people and saying, no, just I want to tell you one last time, oh man, what is good and what does the Lord require of you other than do justice, be merciful and walk humbly with the Lord. 3 കാര്യങ്ങൾ ദൈവം അവിടെ പറയുകയാണ്. അവൻ 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു വലിയ വേദപുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും പലപ്പോഴും ഒരു വട്ടം പോലും അത് വായിക്കാത്തവരുണ്ടാകാം. പിന്നെ ഇപ്പം നമ്മൾ വേറെ ഈ തിരക്കിൻ്റെ ഇടയിൽ അതിനകത്ത് വായിച്ചിട്ട് ഇതെല്ലാം ആരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം പറയുന്ന കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവം പറഞ്ഞു അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ പല കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന ചരിത്രമാണ്. അത് വായിക്കണം എന്നുള്ളത് it's not a compulsion. Anybody can read it out of love. Anybody should read the Bible out of love. പക്ഷെങ്കിൽ ഇതൊന്നും ആഴമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ദൈവം പറയാണ്
ഇവിടെ 3 കാര്യം എഴുതിയിട്ടുള്ളത്. ഒറ്റ കാര്യമാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. Amen. There is only one thing the Lord requires of every human being. ഈ 3 ഏതാണെന്നറിയോ? Walk with God. When you walk with God, you will be merciful, you will do justice. Amen. അത് രണ്ടും കൂടെ അതിനകത്ത് നമ്മൾ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ദൈവം നമ്മളോട് ചോദിക്കുന്നുണ്ട്. You walk humbly with me, before me. ദൈവത്തോട് കൂടെ നടക്കുക. അതിനേക്കാൾ ഉപരി ദൈവം നമ്മളിൽ നിന്ന് ഒന്നും ചോദിക്കുന്നില്ല. Hallelujah. Amen. Sometimes we boast in so many things. നമ്മൾ അത് ചെയ്യുന്നവരാണ്, ഇത് ചെയ്യുന്നവരാണ്, ദൈവത്തിന് വേണ്ടി ഇത്രയും ഞാൻ കൊടുക്കുന്നവരാണ്. God says that's okay, but that is not what primarily I require of you. Just walk with me. Hallelujah. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൈബിളിൽ വാക്ക് വിത്ത് ഗോഡ് എന്നുള്ള തീം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് കാണുന്നു. ബട്ട് ഇറ്റ്സ് യൂസ്ഡ് ഇൻ വെരി ഡിഫറെന്റ് വേർഡ്സ്. വാക്ക് വിത്ത് ഗോഡ്, വാക്ക് ഇൻ ദ ഫിയർ ഓഫ് ദ ലോർഡ്. പുതിയ നിയമത്തിൽ വരുമ്പോൾ വാക്ക് ഇൻ ദ സ്പിരിറ്റ്, വാക്ക് ഇൻ ദ ലൈറ്റ്, വാക്ക് ഇൻ ദ ലവ് ഓഫ് ഗോഡ് എന്നൊക്കെയുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു കാര്യമാണ്, ദൈവത്തോട് കൂടെ നടക്കുക. ഇറ്റ്സ് വെരി സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്നും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ആം ഐ വാക്കിംഗ് വിത്ത് ഗോഡ് എന്നുള്ളതായിരിക്കണം. Am I walking with God? Now, let me ask you, or let me just decode it. What does it mean to walk with God? ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതറിയണമല്ലോ, എങ്കിലല്ലേ ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റും. ഇപ്പൊ 2 പേർ, നിങ്ങൾ ആരെങ്കിലും 2 പേർ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള 2 പേര് ഈ ഭൂമിയിലുള്ളവർ നമുക്കൊരു വാക്കിന് പോകാന്ന് പറഞ്ഞാൽ ഓക്കെ, വി മീൻ ദാറ്റ് നോ വി ഗോ ടു എ പ്ലേസ്, എ പാർക്ക് ഓർ But God is not a physical being. ദൈവം ഫിസിക്കലായിട്ട് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടും ദൈവ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കാമെന്ന് ദൈവം പറയുന്നതിന്റെ ഉദ്ദേശമുണ്ട്. വാട്ട് ഈസ് എ മീനിങ്? നമ്പർ 1, ഐ വിൽ ഗിവ് യു some things to understand what is walking with. Number 1, ഒന്നാമത് to live in God consciousness all the time. എല്ലായ്പ്പോഴും ദൈവഭയത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ ദൈവിക ബോധത്തിൽ ജീവിക്കുക. എല്ലായ്പ്പോഴും സഭയിൽ വരുമ്പോഴല്ല, ആരാധനയ്ക്ക് വരുമ്പോഴല്ല, കൂട്ടങ്ങൾക്ക് വരുമ്പോഴല്ല, അല്ലെങ്കിൽ നമ്മൾ ബൈബിൾ എടുക്കുമ്പോഴല്ല, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴല്ല, അല്ലാത്തപ്പോഴും ത്രൂ ഔട്ട് ദ ഡേ 24/7 365 days you should have that conscious, I am walking before my God. God is my audience. എന്നല്ല നമ്മൾ പറഞ്ഞോലെ, we should live our life for an audience of one. He is watching and I am walking before him. അതാണ് അതിൻ്റെ അർത്ഥം. To live in God consciousness all the time. അത് മനസ്സിലായില്ലെങ്കിൽ ഒരു അർത്ഥം കൂടെ പറയാം. To keep God at the center of your life. അത് വേറൊരു അർത്ഥമാണ്. ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ സ്ഥാനം ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. മുഖ്യ സ്ഥാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? What all should we give? Thoughts, desires, dreams, ambitions, our plans and all our actions, all our decisions. Hallelujah. ഇതിനകത്തെല്ലാം ആർക്കാണ് മുഖ്യ സ്ഥാനം കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ആരാണ് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടത്? ദൈവമായിരിക്കണം. ദാറ്റ് ഈസ് കോൾഡ് വാക്കിംഗ് വിത്ത് ഗോഡ്. അതാണ് ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. തീരുമാനം എടുത്തിട്ട് എങ്ങും എത്താതാകുമ്പോൾ ദൈവത്തെ ഓർക്കുന്നതല്ല അത് വാക്കിംഗ് വിത്ത് ഗോഡ്. തീരുമാനം എടുക്കുന്നതിന് മുൻപേ ദൈവത്തോട് ചോദിച്ച് കാര്യങ്ങൾ ആലോചിച്ചിട്ട്, കർത്താവേ നിന്റെ ഹിതപ്രകാരം ഈ കാര്യം ചെയ്യുവാൻ എന്നെ ഇടയാക്കണം, അതിലേക്ക് എന്നെ നയിക്കണം എന്ന് പറയുന്നതാണ് വാക്കിംഗ്. To involve God in all the areas of your life. രക്ഷിക്കപ്പെട്ടിട്ട് 15, 20, 30, 40 വർഷമായവർ ഇന്ന് പല അവരുടെ വ്യക്തിപരമായ പേഴ്സണൽ ഏരിയാസിൽ ദൈവത്തെ ഇൻവോൾവ് ചെയ്യാത്തവരുണ്ട്. ഓൾ ദ ഏരിയാസ്, നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മുടെ എന്താ പറയുക, ഫൈനാൻസസ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, പേഴ്സണൽ ഫാമിലി ലൈഫ്, പേഴ്സണൽ ലൈഫ്, എല്ലാത്തിലും ആര് ഇൻവോൾവ് ആവണം?
ദൈവത്തിന് ആ ഫ്രീ ഹാൻഡ് കൊടുക്കും. ഗോഡ് യു ലീഡ് മീ, യു കറക്റ്റ് മീ, യു ടെൽ മീ. ഹല്ലേലൂയ. ദൈവം പരമാധികാരിയാണല്ലോ, ദൈവം സർവശക്തനാണല്ലോ. ദൈവത്തിന് ഓട്ടോമാറ്റിക്കലി നമ്മളെ പറഞ്ഞുകൂടെ എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ പറയത്തില്ല ദൈവം. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. വി ഹാവ് ടു സബ്മിറ്റ് ടു ഹിസ് ലീഡർഷിപ്പ്. ദാറ്റ് ഈസ് വെൻ ഗോഡ് വിൽ ലീഡ് us. വി ഹാവ് ടു ആസ്ക് ഹിം. നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അപ്പോഴാണ് ദൈവം നമുക്ക് പറയുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് ദൈവം നമുക്ക് അത് പറഞ്ഞു തരുന്നത്. Walking with God means one more thing. Let me tell you before I go into what do we need to walk with God. Walking with God means to be in the same direction as God. Hallelujah. ദൈവം ഈ ഡയറക്ഷനിലാണ് പോകണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ദേവദാസൻ പറഞ്ഞു ഗുഡ് ഷെപ്പേർഡ്, വേൾഡ്ലി ഷെപ്പേർഡിന്റെ കാര്യം പറഞ്ഞു. സെയിം തിങ്. റൈറ്റിൽ ഇവിടെ ദൈവം നിൽക്കുകയാണ്, ഇവിടെ വേൾഡ് ഉണ്ടെന്ന് വിചാരിക്കും. സോ when God is here, God is moving in this direction, we cannot move in this direction and say I am walking with God. Hallelujah. ദൈവം പോകുന്ന വഴിയിൽ ആ ഡയറക്ഷനിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് we are walking with God. നമ്മുടെ തോട്ടിൽ, നമ്മുടെ വർക്കിൽ, നമ്മുടെ സ്റ്റഡി ലൈഫിൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, കരിയറിൽ എല്ലാം what is the purpose of God? What is God's plan for my life? And God's plan is this, and when we do accordingly, we are walking with God, but when we do something else, we are walking away from God. Amen. Hallelujah. ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കാൻ പറയാറുണ്ട്, no, God is here and the world is here or the devil is here. When you are facing God, you are facing your back to the world. But when you are facing the world, you are facing your back to God. That is a dangerous thing. Never turn your back on God. Always face God. Seek His face. Seek His advice. Seek His guidance. That is when we can walk with God. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം പറയുന്നു, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? Can two people walk together unless they have agreed? So agreeing with God in all the things is called walking with God. When you agree with God, you know what happens? When you walk with God, you know what happens? You will be happy in your life. You will be content. Hallelujah. You are pursuing happiness. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ബെറ്റർ ലൈഫ് ആഗ്രഹിക്കുന്നവരാണ്, സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ഈ സന്തോഷം ഇവിടെ എങ്ങും കിട്ടത്തില്ല. ഈ ഭൂമിയിലും ഒരു കടയിലും സന്തോഷം കിട്ടത്തില്ല. യഥാർത്ഥ സന്തോഷം കിട്ടത്തില്ല. പിന്നെ എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുന്നത്? When you are walking with God, you are happy, you are content. Praise the Lord. Amen. ലൈഫിൽ കണ്ടെന്റ്മെന്റ് ഇല്ലെങ്കിൽ ദൈവത്തോട് പോയി ചോദിക്കണം, Lord, what is it? Which area have I walked away from you? And that is why maybe I am lacking content. I am not happy. No matter what I have, എനിക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ അകത്തൊരു സന്തോഷമില്ലെന്നു. അവൻ ദേവദാസൻ എന്നെ പറ്റി പറഞ്ഞപ്പോൾ പറയാനിടയായിരുന്നു. അബുദാബിയിൽ ജനിച്ച് വളർത്തപ്പെട്ട് അവിടെ ട്രൈ ടു ഡു സോ മെനി തിങ്സ്. ജോലി ചെയ്യാൻ നോക്കി, ബിസിനസ് ചെയ്യാൻ നോക്കി, പക്ഷേ ഐ വാസ് നോട്ട് ഹാപ്പി. But when I went back, I had to start from zero, from just zero. But even ഇന്നിപ്പോൾ 21 വർഷമായി I have almost everything what I need. I have. God provides. പക്ഷെങ്കിൽ even that very first day I remember when I was packing my things from Kerala and going to the train station, I was so happy. Amen. Hallelujah. Because I got aligned to the will of God. ദൈവത്തിന്റെ ഹിതത്തിനകത്ത് ഞാൻ കയറിയപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. ഞാനിങ്ങനെ ആളുകളോട് പറയാറുണ്ട്, the safest place to live on earth is not UK, USA, Australia, New Zealand. Is the will of God. ഈ ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ നിങ്ങളെക്കുറിച്ചുള്ള വില്ലിനകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എവിടെ, ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും അതിനകത്ത് ജീവിക്കുമ്പോൾ എല്ലാ പ്രൊവിഷൻസും നിങ്ങൾക്കുണ്ട്. മോർ ഓവർ യു വിൽ ബി കണ്ടെന്റ് വിത്ത് യുവർ ലൈഫ്. ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, I don't know, I have not written down a will for my life, but no, when I die, if somebody write on the tomb,
about me, bless and walk with God എന്ന് എഴുതുന്നത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. നിങ്ങളെപ്പറ്റി ആ ടൂമ്പിൽ എന്ത് എഴുതണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഓൺ ദ ടൂം സ്റ്റോൺ വി ഹാവ് സോ മെനി, കർത്താവിൽ മരിച്ചവർ ഉയർക്കും എന്നൊക്കെയുള്ള വചനങ്ങൾ നമ്മൾ എഴുതാറുണ്ട്. ബട്ട് ഞാൻ ഈ തീമിനെ പറ്റി പഠിച്ചപ്പോൾ ഐ സ്റ്റഡീഡ് അബൌട്ട് സോ മെനി പീപ്പിൾ. ഹാനോക്ക്, നോവ, അബ്രഹാം, പിന്നെ ആരൊക്കെയാ, ദാവീദ്, ലേവി, പിന്നെ പുതിയ നിയമത്തിലെ എല്ലാ ഭക്തന്മാരും അവരെല്ലാം ദൈവത്തോട് കൂടെ നടന്നവരാണ്. ഹല്ലേലൂയ. ഹാനോക്കാണ് എന്നെ ഏറ്റവും അധികം ചലഞ്ച് ചെയ്തത്. 365 വർഷം ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അതിനകത്ത് 65-ാമത്തെ വയസ്സിൽ തനിക്കൊരു മകൻ ജനിച്ചു. അതിനുശേഷം താൻ ദൈവത്തോട് കൂടുതൽ അടുത്ത് കൂടെ നടക്കാനിടയായി. 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. അവസാനം ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ. അതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് നരകിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം we are walking with God all the day and one day God took us. And the last step on earth, the next step is in heaven. What a destiny that will be. Hallelujah. പ്രിയമുള്ളവരെ, don't run after the things of this world. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ pursue the heart of God, pursue the walk with God, pursue the kingdom of God. ദൈവരാജ്യത്തെ, ദൈവത്തിന്റെ ഹൃദയത്തെ, ദൈവത്തോട് കൂടെ നടക്കുന്നതിനെ നിങ്ങൾ pursue ചെയ്യണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ കുറിച്ച്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ എന്തെല്ലാം വേണം അതിനെപ്പറ്റി കൊണ്ട് പറഞ്ഞാൽ then we can close. 4 things we need to walk with God. There may be many, but this is what I have found out. അതിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാകും. ബട്ട് ബേസിക്കലി നല്ല കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ, എല്ലാ സമയത്തും ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ, നമ്പർ 1 ഈസ് കമ്മിറ്റ്മെന്റ്. ഹല്ലേലൂയ. കമ്മിറ്റ്മെന്റ് മലയാളത്തിൽ പറയുമ്പോൾ ഒരു പ്രതിബദ്ധത വേണം, അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ വേണം. ഇന്ന് we are living in a generation where people are not committed to anything. ആമേൻ. ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. എന്തിനു പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർ ഉടമ്പടി വാചകം ചൊല്ലി ഒന്നായി തീർന്ന ആ ഉടമ്പടിയോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ല. Such a time we have come, but to walk with God we need commitment. Not in our good times, but even in our bad times, we should be ready to say, no matter what, I have made this commitment and I will fulfill it. Amen. ആ ഒരു determination, ആ ഒരു എന്താ പറഞ്ഞ ഒരു തീരുമാനം നമ്മുടെ അകത്ത് വളരെ ദൃഢമായി നമ്മൾ എടുക്കണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ജനത്തോട് പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു. ഒരുവൻ വീട് പണിയുന്നതിന് മുൻപേ എന്ത് ചെയ്യണം? താൻ ഇരുന്ന് കണക്ക് കൂട്ടി തീരുമാനിക്കണം, ഈ ഭവനം പൂർത്തീകരിക്കാൻ എനിക്ക് വകയുണ്ടോ, അത് കഴിഞ്ഞിട്ട് തുടങ്ങാവൂ എന്ന് പറയുന്നത് പോലെ കർത്താവിനെ പിൻപറ്റാൻ നമ്മൾ തീരുമാനിക്കുന്നതിന് മുൻപേ നമ്മൾ ഈ തീരുമാനം എടുത്തിരിക്കണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് കിട്ടുമോ കിട്ടത്തില്ലയോ അതിനുവേണ്ടിയല്ല ഞാൻ ദൈവത്തെ പിൻപറ്റുന്നത്. എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ കർത്താവിനെ അന്ത്യം വരെയും പിൻപറ്റും. ഹല്ലേലൂയ. That is called commitment. പിന്നെ വേറൊരു കാര്യം, ഈ യാത്രയിൽ അപകടം അല്ലെങ്കിൽ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഒരുപാട് വരുമെന്നുള്ളത് ദൈവം മുന്നമേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ എല്ലാ കാലത്തും നിങ്ങളോട് കൂടെ ഉണ്ടാക്കും, അവൻ കൈക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ ഈ കാര്യം ദൈവത്തിനോട് കൂടെ നടക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ഓർത്തോണം. അല്ലാതെ കഷ്ടം വരുമ്പോഴല്ല നമ്മൾ. ഇന്ന് പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഓഫ് കോഴ്സ് ദോസ് ആർ ദ മെസ്സേജസ് വി ആർ ഹിയറിംഗ് ഫ്രം ദ ചർച്ച്. പുൽപിറ്റുകളിൽ നിന്ന് പലപ്പോഴും കേൾക്കുന്നത് യേശുവിൻ്റെ അടുത്ത് വന്നാൽ എല്ലാം ശരിയാവും. അങ്ങനെയല്ല, എല്ലാം ശരിയാവത്തില്ല. ശരിയാകേണ്ടത് ശരിയാവും, പക്ഷെങ്കിൽ ദാറ്റ് ഈസ് വി ഹാവ് എ റോങ് ഇന്റർപ്രിട്ടേഷൻ. ഇന്നലെ നമ്മൾ മത്തായി 5, 6, 7 ആണ് നോക്കിയത്, പഠിച്ചത്. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ കർത്താവ് 2 വഴികളെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഇടുക്കമുള്ള വഴിയാണ്. മറ്റേത് ലോകത്തിൻ്റെ വഴി എന്ന് പറയുന്നത് വിശാലമായിട്ട്. സോ ഇടുക്കമുള്ള വാതിലാണ്, ഇടുക്കമുള്ള വഴിയാണ്, ഇതിലെയാണ് എനിക്ക്
നടന്ന് അങ്ങ് ചെന്ന് എത്താനുള്ളതെന്നുള്ള ബോധ്യത്തിൽ നാം ആയിരിക്കണം. ഡോണ്ട് ലുക്ക് ഫോർ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, കണ്ടെന്റ്മെന്റ്, കംഫർട്ട് ഇൻ എനിത്തിങ് എൽസ് എക്സെപ്റ്റ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലല്ലാതെ ഒരാശ്വാസവും ഒരു കംഫർട്ടും നമ്മൾ ഈ ലോകത്ത് തേടരുത്. തേടിയാൽ വഴി മാറിപ്പോകും. ഹല്ലേലൂയ. ഈ വഴി, ഈ ഇടുക്കമുള്ള വഴി നടക്കുമ്പോൾ യു വിൽ ബി കണ്ടെന്റ് ഇഫ് യു ആർ സീക്കിംഗ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യേശു കർത്താവ്, ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞെന്നാ തോന്നുന്നത്, ഹി വാസ് 100% കമ്മിറ്റഡ് ടു അസ്. അല്ലേ? കർത്താവ് നമ്മളോട് കാണിച്ച കമ്മിറ്റ്മെന്റ് എത്ര പെർസെന്റ് ആയിരുന്നു? 99.9 അല്ല, 100% കമ്മിറ്റഡ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാം വാക്യത്തിൽ ഇങ്ങനെയൊരു പ്രയോഗമുണ്ട്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ, ലൂക്ക് 9:51, യെരുശലേമിലേക്ക് യാത്രയാകാൻ മനസ്സുറപ്പിച്ച്. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി steadfastly set his face to go to Jerusalem. എന്ന് പറഞ്ഞാൽ ഈ റേസ് ഒക്കെ ഓടുമ്പോൾ, when you begin a race, 100 meter സ്പ്രിന്റ്, ആ തുടക്കത്തിൽ തന്നെ ആ ലക്ഷ്യമിടുന്നത് ആ ഗോളിലാണ്, ആ ഫിനിഷിംഗ് ലൈനാണ്. എന്ന് പറഞ്ഞ പോലെ യേശു വന്ന കാര്യം പൂർത്തീകരിക്കാൻ അവൻ കമ്മിറ്റഡായി. യെരുശലേമിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യേശുവിന് നേരത്തെ അറിയാമായിരുന്നു. അവൻ ഒറ്റപ്പെടുമെന്നും സകലരാലും താൻ അവഹേളിക്കപ്പെടുമെന്നും കഷ്ടമനുഭവിക്കണമെന്നും അടിയേൽക്കുമെന്നും ഇതെല്ലാം അറിയാമെന്നിട്ടും യേശു എന്ത് ചെയ്തു? യെരുശലേമിലേക്ക് പോകാൻ മനസ്സുറപ്പിച്ചു. ഹല്ലേലൂയ. The greatest hindrance of not being able to walk with God is double mind. രണ്ട് മനസ്സിൽ അല്ലെങ്കിൽ പല മനസ്സിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം ഒരിക്കലും നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. Our pursuing of God should be single-minded. Tell God, Lord, no matter what, I'm going to follow you all the days of my life. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളോട് കാണിച്ച കമ്മിറ്റ്മെന്റ് 100% ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് ദൈവം അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നതുമില്ല, അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. നിങ്ങൾ 99% ഇൻട്രസ്റ്റോടെ ചർച്ചിലിരുന്നാലും ദൈവം പറയും, നോ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ വാണ്ട്. ഐ വാണ്ട് 100%. നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കണം. ആ ഹൃദയത്തിനകത്ത് മറ്റാരും കാണാൻ പാടില്ല. ഹല്ലേലൂയ. രൂത്ത് അനുഗ്രഹിക്കപ്പെടാൻ ഇടയായതിൻ്റെ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഒരു ഒരു വിജാതീയായ സ്ത്രീ പേര് ഇടം നേടാനുള്ള കാര്യം, ഇറ്റ് വാസ് ഹർ കമ്മിറ്റ്മെന്റ്. ഹല്ലേലൂയ. നവോമിയോടുള്ള കമ്മിറ്റ്മെന്റ്, നവോമിയോട് മാത്രമല്ല, ദൈവഭയമുള്ളവളായതുകൊണ്ട് ദൈവത്തോടും താൻ കടപ്പെട്ടതായി, കമ്മിറ്റഡ് ആയിരുന്നു. സോ ഷീ വാസ് ടെല്ലിങ്, എന്താ പറഞ്ഞേ, നവോമിയോട് പറഞ്ഞ കാര്യങ്ങളും വാക്കുകളൊക്കെ നമുക്കറിയാം. 1:16 onward. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം. ഒരു മോവാബിയ സ്ത്രീ പറയുകയാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് അടക്കപ്പെടും, മരണത്താൽ അല്ല. ആ വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗത്ത്. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടു പിരിഞ്ഞാൽ, യഹോവ തക്കവണ്ണവും. ദൈവത്തിന്റെ മുൻപാകെ അവൾ ഭയമുള്ളവളായിരുന്നു, കമ്മിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞ് അത് ബൈബിൾ പറയുന്നത് കൊണ്ടാണ്. ആ ഭവനത്തിൽ ഒരു കല്യാണം കഴിച്ച് വന്നതിന് ശേഷമായിരിക്കും താൻ യഹോവയെ പറ്റി അറിഞ്ഞത്. പക്ഷെങ്കിൽ when she knew, she was committed to the law of God. ദൈവത്തിന്റെ നിയമങ്ങളെ താൻ മനസ്സിലാക്കിയപ്പോൾ, യഹോവ അധികവും എന്നോട് ചെയ്യുമോ, തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. And the God honored her. ഹല്ലേലൂയ. അവളുടെ കമ്മിറ്റ്മെന്റിനെ ദൈവം ഓണർ ചെയ്തു. പ്രിയമുള്ളവരെ, ഒന്ന്, ദൈവത്തോട് കൂടെ നടക്കാൻ നമുക്ക് കമ്മിറ്റ്മെന്റ് വേണം. രണ്ടാമത്, ദൈവത്തോട് കൂടെ നടക്കാൻ നമുക്ക് എന്ത് വേണമെന്നറിയാം? വി നീഡ് കൺസിസ്റ്റൻസി.
അതായത് സ്ഥിരത വേണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന നടപ്പ് എന്ന് പറയുന്നത്, ദൈവത്തോടു കൂടിയുള്ള വാസം എന്ന് പറയുന്ന ജീവിതം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട്. UK വെതർ പോലെയല്ല, സ്ഥിരമായിട്ട്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും തണുപ്പാണെങ്കിലും ഇരുട്ടാണെങ്കിലും എന്ത് വന്നാലും നമ്മുടെ മൂഡ് മാറരുത്. അങ്ങനെ ഹല്ലേലൂയ. തമാശക്കൊക്കെ നമ്മൾ പറയുന്നത് ശോകമാണെന്ന് പറഞ്ഞാലും നമ്മുടെ അകത്ത് ദൈവമായിട്ട് ആ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ അതൊന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ സ്നേഹമുള്ളപ്പോൾ ഇതൊന്നും നമ്മളെ പുറകോട്ട് പിടിക്കാനിടയായിട്ടില്ല. അതും ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഞാൻ ഒരു സമയത്ത് തുടക്കത്തിൽ കർത്താവിനെ ഈ സേവിക്കാൻ ഇറങ്ങി ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു, എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി 21 വർഷം മുൻപ്. 27 വർഷം ഞാനൊരു പെന്തക്കോസ്തുകാരനായിട്ട് ജീവിച്ചു, പാരമ്പര്യ പെന്തക്കോസ്തുകാരനായിട്ട് ജീവിച്ചു. പക്ഷേ എങ്കിൽ ലൈഫ് തിരിഞ്ഞത് ആ 27 വയസ്സ് കഴിഞ്ഞിട്ടാണ് ദൈവം എൻകൗണ്ടർ ചെയ്തപ്പോൾ. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പല കാര്യങ്ങളും. ഒന്ന്, ദൈവം പറഞ്ഞത്, നീ സ്ഥിരതയില്ലാത്ത, ഇഫ് യു വോണ്ട് ടു ബി ലൈക്ക് മീ യു ഹാവ് ടു ബി കൺസിസ്റ്റന്റ്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, പറയുന്നതേ ചെയ്യാവൂ, ചെയ്യുന്നതേ പറയാവൂ. അന്ന് എൻ്റെ അകത്ത് കയറിയ വചനം, ഐ വാസ് ഡിറ്റർമൈൻഡ്, ലോർഡ് മേക്ക് മീ ലൈക്ക് യു, ഐ വോണ്ട് ടു ബി കൺസിസ്റ്റന്റ്. ആളുകൾ അതും ഇതും പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ മൂഡ് പോകത്തില്ല. ഞാൻ സഭയിൽ വരാതിരിക്കത്തില്ല, പാടാതിരിക്കത്തില്ല, കൈയടിക്കാതിരിക്കത്തില്ല, സ്തോത്രം പറയാതിരിക്കത്തില്ല. That doesn't matter because I have a reason why I worship God. സഭക്കാരല്ല റീസൺ I worship God because He is my Redeemer. He is my Lord. I am walking with Him. Hallelujah. ആ തീരുമാനമുള്ളവർ പറയും, doesn't matter, it's okay. ഹല്ലേലൂയ. കൈ തന്നില്ലയോ നോക്കിയോ, സ്തോത്രം പറഞ്ഞോ ഇല്ലയോ, no, it doesn't matter. ഹല്ലേലൂയ. That is consistency. ഏത് കാലത്തും നമ്മളെടുത്ത തീരുമാനം നമ്മൾ എന്ത് ചെയ്യരുത്, അവിടെ നിന്ന് പുറകോട്ട് പോകരുത്. ഒരു പടി പുറകോട്ട് പോകരുത്, മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. എല്ലാ കാലത്തും. പിന്നൊന്ന് കൺസിസ്റ്റൻസി വരുന്നത് എല്ലാ സമയത്തും. മറ്റൊന്ന് എല്ലാത്തിലും. അതായത് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൽ 5-ാം അധ്യായം 33-ാം വാക്യം. കൺസിസ്റ്റൻസിയുടെ 2 മീനിങ് ആണ്. ഒന്ന്, എല്ലാ സമയത്തും. പിന്നെ നിങ്ങൾ ജീവിച്ചിരിക്കും. എല്ലാ വഴികളിലും. അത് കൺസിസ്റ്റൻസിയുടെ ഒരു മീനിങ് ആണ്. വി കനോട്ട് പിക്ക് ആൻഡ് ചൂസ് ഫ്രം ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാനുള്ള അവകാശം ഇല്ല. നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ വള്ളിക്കും പുള്ളിക്കും നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കും. Hallelujah. Praise the Lord. It's not that your likes and dislikes. It is the word of God. ദൈവത്തെ പോലെ തന്നെ ശക്തിയുള്ളതാണ് ദൈവം. അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം. The word is as sovereign as God. The word is as powerful as God. ഹലോ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ വചനത്തിൻ്റെ എല്ലാ മർമ്മങ്ങളും ഇതുവരെ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. വി ആർ സ്റ്റിൽ ലേണിംഗ്. എല്ലാ ദിവസവും നമ്മൾ ദൈവവചനം വായിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രസംഗത്തിലൂടെ കേൾക്കുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ദൈവത്തോട്, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോർഡ്, ഐ ആം കമ്മിറ്റഡ് ടു ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്. എനിക്ക് ഇഷ്ടമുള്ളതാണോ ഇഷ്ടമല്ലാത്തതോ ആണോ നല്ല ചോദ്യം. നിന്റെ പരിപൂർണമായ ഈ ന്യായപ്രമാണത്തിന്, ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ഞാൻ കമ്മിറ്റ് ചെയ്യുകയാണ്. നാളെ ഇനിയൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മറഞ്ഞു കിടന്നൊരു കാര്യം ദൈവം പറയുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് തെറ്റാണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ തിരുത്താൻ തയ്യാറാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ മനുഷ്യർക്കൊരു പ്രശ്നമുണ്ട്. ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ വളരെ ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വി ആർ അൺഎബിൾ ടു ചേഞ്ച് ബിക്കോസ് വി തിങ്ക് വി നോ ഇറ്റ് ഓൾ. എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാൻ
നോ, അൺടിൽ ദ വെരി ലാസ്റ്റ് ഡേ, നിങ്ങൾ മരിക്കുന്ന അവസാന നിമിഷം വരെയും നിങ്ങൾ റെഡിയാണെങ്കിൽ ദൈവം നിങ്ങളെ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞാനിങ്ങനെ പറയാറുണ്ട്, 40 കഴിഞ്ഞിട്ടാണ് ഈ വചനത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ ദൈവം എൻ്റെ കണ്ണ് തുറന്നത്. ഹല്ലേലൂയ. കണ്ണ് തുറന്നത് മാത്രമല്ല, സന്തോഷപൂർവ്വം ഞാൻ പറയും, കർത്താവേ നന്ദി, അത് തുറന്നതിനായി സ്തോത്രം. എൻ്റെ ലൈഫ്, ബിക്കോസ് when I follow that, my life changes and the beneficiaries are also blessed. എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫ് ചേഞ്ച് ആയാൽ who all are going to be blessed? Immediately ആരാണ്? Family, your wife and your children. No, people who are not willing to change, think about your family. They are living in misery. Hallelujah. Don't allow your spouse and your children to live in misery because of your adamant mentality. മാറാൻ താല്പര്യമില്ലാത്ത ആ മാനസിക അവസ്ഥ കാരണം നിങ്ങളുടെ കുടുംബം, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യരുത്? സഫർ ചെയ്യാൻ അനുവദിക്കരുത്. അത് അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ സെൽഫ് ഇല്ലാതാകണം. വി ഹാവ് ടു ബി ബ്രോക്കൺ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നവരാണ്. കർത്താവേ, നേരത്തെ അറിഞ്ഞില്ലല്ലോ അവരെന്തുമാത്രം എന്നെ കൊണ്ട് സഫർ. ഇന്നലെ നമ്മൾ ആങ്കറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ആങ്കർ ഇഷ്യൂ ഉള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ദൈവം എന്നെ കറക്റ്റ് ചെയ്തപ്പോൾ എൻ്റെ മൂത്ത മകൻ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ ആളിന് അടി കൊണ്ടിട്ടില്ല. ബിക്കോസ് ഗോഡ് കറക്റ്റഡ് മീ. പാസ്റ്റർ പറയുന്നത് അടിക്കണമെന്നാണ് പറയുന്നത്. വടിയെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യില്ല. Okay, there is always a better way when you ask God. When God will teach us. അടിക്കേണ്ട പ്രായമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെങ്കിൽ don't punish children out of anger. ഹല്ലേലൂയ. ഞാൻ ആദ്യത്തെ മകൻ്റെ കാര്യം പറഞ്ഞത് അവനെ അടിച്ചല്ല, എൻ്റെ ആങ്കറിൽ അടിച്ച്, എൻ്റെ ദേഷ്യം തീർക്കാൻ അടിച്ച്. No, that is not the right way. You can punish them but not out of anger. ആ ആങ്കർ ഇഷ്യൂല് പിള്ളേർക്ക് മാത്രമല്ല, പിള്ളേർക്ക് അടി കൊള്ളുമ്പോൾ ആരാ വേദനിക്കുന്നത്? അമ്മ വേദനിക്കും. ഹല്ലേലൂയ. പക്ഷെങ്കിൽ പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാവും. ബട്ട് thank God for wise and godly women who will go to the inner chamber and pray and say, God, change my husband. Which I think my wife did. അതുകൊണ്ട് ദൈവം എന്നെ ചേഞ്ച് ചെയ്തു. Now their life is much better. Amen. എനിക്കൊരു കംപ്ലൈന്റ് ഇല്ല. I said, no, I will focus on my life. You follow me. You follow God as I am following him. No pressure, no problems. Amen. Problems illa എന്നല്ല ഞാൻ പറഞ്ഞത്. The things we have to think about the people around us, not because of our unchanging mentality. അവർ സഫർ ചെയ്യാൻ പാടില്ല. We have to be a blessing to people around. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. Amen. നമ്മളെ ആരും, ബൈബിളിൽ ഒരു വാക്യമെങ്കിലും ഉണ്ടോ നിങ്ങളെ ദൈവം റിച്ച് ആവാനാണ് വിളിച്ചിരിക്കുന്നത്? Can you prove any verse? No. അബ്രഹാമിനെ പോലും റിച്ച് ആവാനല്ല. അവൻ്റെ പ്രോമിസ് എന്തായിരുന്നു? I will make you a blessing to nations. സകല ജാതികൾക്കും ഞാൻ നിന്നെ ഒരു, നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ അംബാനിയാവും അഡാനിയാവും എന്നുള്ളത്. അംബാനിയാവുന്ന സകല ജാതികൾക്കും അനുഗ്രഹമാക്കുമെന്ന് പറഞ്ഞാൽ നീ കൊടുക്കുന്നവനായി തീരും. നിനക്കൊന്നും കാണുന്നില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം. ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾനെസ്. നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. ഓക്കെ, ടെൽ മീ എനി ട്രീ ദാറ്റ് യു ഹാവ് ലേൺഡ് ഓഫ് which has eaten its own fruit. ഈ ഭൂമിയിൽ ഏതെങ്കിലും മരത്തിന്റെ പേര് പറയാമോ? ആ മരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ട് തന്നെ കഴിച്ചിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട് ഉണ്ടോ? അതാണ് ദൈവരാജ്യത്തിന്റെ കോൺസെപ്റ്റ്. നോട്ട് റിച്ച്നെസ്. നിങ്ങളെ ധനവാന്മാരാക്കാനല്ല ദൈവം പറയുന്നത്, നിന്നെ ബ്ലെസ്സിംഗ് ആക്കി മാറ്റും. അന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി വി വിൽ ബി സാറ്റിസ്ഫൈഡ് ഇൻ ദ ലോർഡ് ആൻഡ് ദെൻ വി സ്റ്റാർട്ട് ബ്ലെസ്സിംഗ് അതേഴ്സ്. നമ്മൾ ദൈവത്തിൽ നമ്മുടെ എല്ലാ നീഡും ഫുൾഫിൽ ആക്കിക്കൊണ്ട് ദൈവം നമ്മളിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. അത് കൺസിസ്റ്റന്റ് ആയവരെ കൊണ്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ തൊട്ടാവാടികളെ കൊണ്ട് പറ്റത്തില്ല. Do you children know about Touch Me Not plan? No, you haven't gone to Kerala, no? You go to Kerala and ask next time, tell your dad and mom to so you touch me not. No, if you touch that plant, it's all these leaves will
close. Don't become touch me not people. Be strong. Be consistent. Hallelujah. Amen. സന്തോഷമാണോ? എൻ്റെ കൂടെ ഉണ്ടോ? മൂന്നാമത്തെ first one is commitment, second is consistency, third one is a clean heart. Amen. Everything starts with C. It is easy for you to remember. Clean heart. Amen. നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ, we blame people. Why are you not able to do this, that? എന്തുകൊണ്ടാണ് ബ്രദറെ, സിസ്റ്ററെ ചർച്ചിൽ വരാഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞത്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞത്? And we blame it on all the people. പറ്റത്തില്ല. No. ഇന്നത്തെ കാലം അങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാലത്തെയും നമ്മൾ കുറ്റം പറയും. ഇത്രയും സെയിം ഇതുപോലെ ടെറിബിളായിരുന്ന ഒരു കാലത്താണ് ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ നടന്നത്. നോവ എന്ന് പറയുന്ന വ്യക്തി. നമ്മൾ നോയെ പറ്റി ഇടയ്ക്കും കണ്ട് സംസാരിച്ചായിരുന്നു. 6-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ താഴോട്ടൊന്ന് വായിക്കാം. ഭൂമി ദൈവത്തിന്റെ മുൻപാകെ വഷളായി. പറഞ്ഞാൽ the earth was filled with all kinds of sin and unrighteousness. The Lord decided to end. അവരെ ന്യായം വിധിക്കാൻ അത്രയ്ക്ക് വഷളായി. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ അത്രയും ഇന്ന് വഷളായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദൈവം ന്യായവിധി അയച്ചേനെ. ഹല്ലേലൂയ. ഓഫ് കോഴ്സ് നമ്മൾ പറയും ഇത് കൃപായുഗമാണ്. ബട്ട് സ്റ്റിൽ നോ, ആ കാലഘട്ടത്തിൽ എല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്ന ഒരു ചിന്ത പോലും നല്ലതല്ലാതിരുന്നതായിട്ട് ദൈവം കണ്ടു. ദൈവം ഹൃദയങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യൻ്റെ അകത്തുനിന്ന് ഒരു നല്ല ചിന്തയും. സോ നൗ ഐ ഹാവ് ടു എൻഡ് ഇറ്റ്. പക്ഷെങ്കിൽ ആ കാലഘട്ടത്തിൽ what does it say? Noah was righteous. അവൻ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കൻ. We should have a clean heart. We should have a clean heart. സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, നീതിക്ക് വേണ്ടി നിൽക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ഇന്നലെ നമ്മൾ പറഞ്ഞ ഹാർട്ടിനെ നമ്മൾ ഗാർഡ് ചെയ്യണം. Don't allow anything to spoil your heart, corrupt your heart. ആ ഹൃദയത്തിനകത്തേക്ക് അതിനെ കറക്റ്റ് ചെയ്യുന്നതൊന്നും വീഴാൻ നമ്മൾ അനുവദിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കൂടുതലായി നിങ്ങൾ കേൾക്കണം. ആമേൻ. പ്രസംഗകർ കുറവാണ്, പക്ഷെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ക്യാൻ സെർച്ച് ഇൻ ദ യൂട്യൂബ്സ് ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ. ദാറ്റ് വിൽ ഹെൽപ്പ് യു. 1 തിമോത്തിയോസ് 1:5 പറയുന്നുണ്ട്. എന്താ പറയുന്നത്? 1 തിമോത്തി 1 നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ആജ്ഞയുടെ ഉദ്ദേശമോ. Now the purpose of the commandment is ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ഹല്ലേലൂയ. ദൈവം അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹനോക്കിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാനിടയായിരുന്നു. ആരും ദൈവത്തോട് കൂടെ നടന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ കൂടുതൽ ബിസി ആയിട്ടും കൂടുതൽ റെസ്പോൺസിബിളായിട്ടും ഉള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോഴും നമ്മൾ കൂടുതൽ ദൈവത്തോട് കൂടെ നടക്കണം. അല്ലെങ്കിൽ ഹനോക്ക് 65 വയസ്സ് വരെ മേ ബി ഹി വാക്ക് കാഷ്വലി. 65 years he was walking. Then a son was born. Then he became serious. നമ്മൾ തിരിഞ്ഞു. ഒറ്റയ്ക്ക് അയക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പ്രാർത്ഥനയ്ക്ക് പാസ്റ്റർ ഇന്നലെ 1-2 പേരെ പ്രശംസിച്ചു. അവരൊക്കെ ബാച്ചിലേഴ്സ്. ആവശ്യമില്ല, ഇവർ കല്യാണം കഴിച്ച് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ എങ്ങനെ ആയിത്തീരുന്നു. പക്ഷെങ്കിൽ അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ ബാച്ചിലർ ആയിരിക്കുമ്പോഴേ തീരുമാനം എടുക്കണം. ഞാൻ കല്യാണം കഴിച്ചാലും കുഞ്ഞുങ്ങളുണ്ടായാലും ഞാൻ സമയത്തിന് വരും, ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ഞാൻ കൊടുക്കും. ഹല്ലേലൂയ. കഴിവുള്ളിടത്തോളം ദൈവം എനിക്ക് തരുന്ന അവസരങ്ങളെല്ലാം ഞാൻ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കും. അത് തീരുമാനത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വരുന്നത് പോലെ കാണാം, അത് അന്നേരമല്ലേ, അന്നേരം കാണാമെന്നല്ല. അഹെഡ് ഓഫ് ടൈം നിങ്ങൾ പ്ലാൻ ചെയ്യണം. യു ഹാവ് ടു സേ നോ. ബിക്കോസ് ഇങ്ങനെ നടന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു തലമുറയെ നമുക്ക് ദൈവത്തിന് വേണ്ടി കൊണ്ടുവരാൻ പറ്റും. ഹല്ലേലൂയ.
സോ ദാറ്റ് ഈസ് വാട്ട് ഹനോക്കിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെ ഡെഡിക്കേറ്റഡ് എന്നാണ്. No, he was dedicated. He walked with God. No, there is one thing. The last point, fourth C, is we should have a conqueror mentality. Amen. ജയിക്കാനുള്ള എവിടെയൊക്കെ നമ്മൾ തോറ്റിട്ടുണ്ടോ തോൽക്കുന്നുണ്ടോ അവിടെ എല്ലാം എന്ത് ചെയ്യണം? യേശുക്രിസ്തു മുഖാന്തരം ജയിക്കാനുള്ളൊരു മനസ്സ്, എങ്കിലേ നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയും. കാരണം എന്താണെന്ന് അറിയാം, ദൈവം ഒരിക്കലും എവിടെയും തോറ്റിട്ടില്ല. ആമേൻ. നമ്മൾ വണ്ടികളുടെ പുറകിൽ ജീസസ് നെവർ ഫെയിൽസ് എന്ന് എഴുതിയത് കണ്ടിട്ടുണ്ട് ഇല്ലേ? സ്റ്റിക്കർ കണ്ടിട്ടുണ്ട്. ജീസസ് നെവർ, അതായത് ദൈവം പറഞ്ഞ പ്രോമിസുകൾ, എന്നോടുള്ള പ്രോമിസുകളെല്ലാം ദൈവം ബ്രേക്ക് ചെയ്യത്തില്ല, അത് നിവർത്തിക്കും. അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ പറയാം, ജീസസ് നെവർ ഫെയിൽ ആൻഡ് ഹി വിൽ നെവർ ഫെയിൽ. ഒരിക്കലും എവിടെയും എങ്ങും തോൽക്കാത്തൊരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആ ഒരു ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, തോൽവി ഉണ്ടെന്ന് അവനറിയാം, കുറവുണ്ടെന്നറിയാം, പക്ഷെങ്കിൽ അവൻ പറയുന്നത് 1 by 1 ആയിട്ട് അവിടെ എല്ലാം ജയിച്ചു കയറണം. കം then he says, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരണം. I will give him the right to sit with me on the throne where I am sitting. എന്നോട് കൂടെ. ആ പ്രോമിസാണ് നമ്മളുടെ പ്രത്യാശ. റെവലേഷൻസ് 3:21. ഇത് ഇടയ്ക്ക് നമ്മൾ മറ്റുള്ള സെഷനിൽ അത് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ വി ഷുഡ് ഹാവ് എ കോൺകറർ മെന്റാലിറ്റി. 1 by 1 ആയിട്ട് അതിന് വി ഷുഡ് ഹാവ് എ പ്ലാൻ. നോ, വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ്, ഞാൻ ഇതിനു മുമ്പ് മാഞ്ചസ്റ്ററിലെ സഭയിലും പറഞ്ഞായിരുന്നു ഈ കാര്യം. വി ആർ കമ്മിങ് ടു ദ എൻഡ് ഓഫ് എ ഇയർ. വി ആർ സോ എക്സൈറ്റഡ്. പാണ്ഡ്രതി യോഗത്തിനുള്ള ഒരുക്കങ്ങളാണ് ഭയങ്കര. പെന്തിക്കോസുകാർക്ക് പാരമ്പര്യമില്ലെന്ന് പറഞ്ഞു, നമുക്ക് ആ പാരമ്പര്യമുള്ളത്. പാണ്ഡ്രതി കൂടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് നമുക്ക്. ഹല്ലേലൂയ. അതൊക്കെ കൂടിക്ക് കുഴപ്പമില്ല. ആമേൻ. പലരും അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഒരു വർഷത്തിന് അവസാനം, ആക്ച്വലി ദൈവത്തിന് കലണ്ടറൊന്നുമില്ല. സ്വർഗത്തിൽ കലണ്ടറുണ്ടോ? പിന്നെ നമ്മളാ ഈ 25 കഴിഞ്ഞ് അതെടുത്ത് കളഞ്ഞിട്ട് അടുത്ത പുതിയ മേടിച്ചിരുന്നത്. ദൈവത്തിന് സീസൺസ് ഉണ്ട്. ഹി ഹാസ് സീസൺസ്. ഇറ്റ് ക്യാൻ ഓവർലാപ്പ് ഫ്രം 1 year to another. ഇപ്പം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സീസൺ ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. വാട്ട് ഈസ് ദ സീസൺ ദാറ്റ് യു ആർ ഇൻ? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഹൗ ഡു യു അണ്ടർസ്റ്റാൻഡ്? യു ആസ്ക് ഗോഡ്, ഡിസേൺ. ഹോളി സ്പിരിറ്റ് പറഞ്ഞു തരും, ഐ ആം ടേക്കിംഗ് യു ത്രൂ എ സീസൺ. അത് ചിലപ്പം ഒക്ടോബർ മുതൽ അടുത്ത ഫെബ്രുവരി വരെ ആയിരിക്കും. ആ സീസണിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടന്ന് ജയിച്ച് കയറിയെങ്കിൽ അടുത്ത സീസൺ നമുക്ക് വേണ്ടി തുറക്കപ്പെടുത്തും. It is not the calendars that matter. It doesn't matter how much year you lived on earth. It depends on how much consistent you are walking with God and going from one season to another. Amen. Amen. So that is what God is looking for. So we are coming to the end of the year. ഇന്ന് ആരും സാക്ഷ്യം പറഞ്ഞില്ല. 31-ാം തീയതി ഭയങ്കര തിരക്കായിരിക്കും സാക്ഷ്യം പറയും. നമ്മൾ കാറ് മേടിച്ചതും വണ്ടി കിട്ടിയതും ഒക്കെ ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന്, അത് നല്ല കാര്യം, കുഴപ്പമില്ല. പക്ഷെങ്കിൽ ഐ ടെൽ പീപ്പിൾ, അത് ചർച്ച പറയണമെന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും ക്വയറ്റായിട്ടിരുന്ന് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ്, വാട്ട് ചേഞ്ച് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്, ഞാൻ ഏതൊക്കെ ഏരിയയിൽ ജയിച്ച് കയറി എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഗോഡ് ഈസ് നോട്ട് കമ്മിങ് ബാക്ക് ഫോർ എ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ബ്രൈഡിനെ കൊണ്ടുവരാനല്ല ദൈവം മടങ്ങി വരുന്നത്. ഹി ഈസ് കമ്മിങ് ഫോർ എ വിക്ടോറിയസ് ബ്രൈഡ്. തന്നെത്താൻ കര ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാത്ത ഒരു ശുഭ്രവുമായ ഒരു കാന്തയെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. അത് നമുക്ക് തന്നെ ആവാൻ പറ്റില്ല. അത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ കാര്യമാണ്. ഹോളി സ്പിരിറ്റ് സഹായിക്കും. പക്ഷേ നമ്മൾ ഇരുന്ന് അനലൈസ് ചെയ്തിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് ഇന്ന കുറവുകളുണ്ട്. 1 by 1 ആയിട്ട് എല്ലാം കൂടെ ദൈവം ചെയ്യത്തില്ല. 1 by 1 ആയിട്ട് ദൈവം പറയും, ഐ വിൽ ഹെൽപ്പ് യു, വാക്ക് വിത്ത് മീ, യു വിൽ ബി ആൻ ഓവർകമർ. ഹലോ, അങ്ങനെ ഒരു ടീച്ചിങ് ഒന്നും നമ്മുടെ സഭകളിൽ കേട്ടിട്ടേ ഇല്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്നും കേട്ടിട്ടില്ല. ബട്ട് after my life change, I started understanding, if God's word says, it will happen. It has to happen. മത്തായി 5, 6, 7 കഴിഞ്ഞ ദിവസം നമ്മൾ അല്പമായി ചിന്തിച്ചു. നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചാണ് ഇതൊക്കെ ആരെ കൊണ്ട് പറ്റും? അത് യേശുവിനെ കൊണ്ടേ പറ്റത്തുള്ളൂ.
യേശുവിനെ കൊണ്ട് പറ്റുമെങ്കിൽ, യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും. അത് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ആസ് എ പേഴ്സൺ വി കനോട്ട്, ബട്ട് ഹി വിൽ എനേബിൾ us. ദാറ്റ് ഈസ് എ കോൺകറിങ് ഗ്രേസ് ആണ്, എനേബിളിങ് ഗ്രേസ് ആണ്. ഹല്ലേലൂയ. നമ്മളുടെ കോമ്പറ്റീഷൻ പരസ്പരമല്ലായിരിക്കണം, നമ്മളോട് തന്നെ ആയിരിക്കണം. അല്ലെ, നമ്മുടെ ജീവിതത്തിലെ കുറവുകളുടെ മേൽ ഐ വാണ്ട് ടു ബി എ ബെറ്റർ പേഴ്സൺ ഇൻ 2026 ദാൻ 2025. അതായിരിക്കണം നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്. 31 രാത്രിയിൽ എടുക്കുന്ന തീരുമാനം ഇതായിരിക്കണം. കർത്താവ്, കഴിഞ്ഞ വർഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അടുത്ത വർഷം അതല്ല. ഐ വാണ്ട് ടു ബി എ ബെറ്റർ പേഴ്സൺ, അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്, ദ പർപ്പസ് ഓഫ് ഗോഡ് ഇൻ 2026. ജനുവരിയിൽ ദൈവത്തോട് ചോദിക്കുക, ഫെബ്രുവരിയിൽ. കാരണം ഇത് ഇറ്റ്സ് നോട്ട് ഈസി. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ എൻ്റെ ലൈഫിൻ്റെ അനുഭവം, പക്ഷേ 21 വർഷത്തെ അനുഭവമാണ് ഈ 2.5, 3, 4 മണിക്കൂർ കൊണ്ട് പല സമയങ്ങളായിട്ട് എൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത്. സോ ഇത്രയും സമയങ്ങളെടുക്കും നമുക്ക് മാറാൻ. ഒരു കുറവ് ഓവർകം ചെയ്യാൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ പോലും ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. ആമേൻ. That is why the Lord has kept us on this earth. അവസാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവ് എന്തുകൊണ്ടാണ് നമ്മളെ ഈ ഭൂമിയിൽ ഇതുവരെയും ജീവനോടെ വെച്ചിരിക്കുന്നത്? ഇന്നലെ രാത്രി മരിച്ചു പോയവർ നമ്മളെക്കാൾ ദോഷം ചെയ്തവരായതുകൊണ്ടാണോ? അല്ല. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവനോടെ ആയിരിക്കുന്നത്. ഒന്ന്, നമ്മളിൽ പരിശുദ്ധാത്മാവ് ചില പ്രവൃത്തിയും കൂടെ ചെയ്യാനുണ്ട്, നമ്മളെ അവനെ പോലെ ആക്കി തീർക്കാൻ ബാക്കിയുണ്ട്. അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ നശിച്ചു പോകും. രണ്ടാമത്, നമ്മളിലൂടെ ദൈവത്തിന് ചില പ്രവൃത്തികൾ ചെയ്യാനുണ്ട്. ഈ 2 കാര്യം ഉള്ളിടത്തോളം ദൈവം നമ്മളെ ഇവിടെ നിലനിർത്തും. അതെന്ന് തീരുന്നു, അതിനി 10 വയസ്സേ ഉള്ളെങ്കിലും 20 വയസ്സേ ഉള്ളെങ്കിലും 30 വയസ്സേ ഉള്ളെങ്കിലും ദൈവം എടുത്തു. ദൈവത്തിന് ആരോടും ആൻസറബിൾ അല്ല. No, he is not answerable to anybody because he has planned something, he will fulfill it. Hallelujah. ഒരു കാര്യം കൂടെ പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഇന്നലെ പറയാൻ ഞാൻ വിചാരിച്ചത് നടന്നില്ല. കാരണം ഇന്നലെ എൻ്റെ ഫാദർ മരിച്ചിട്ട് 8 വർഷമായി. December 6th. Hallelujah. 2017 ജൂണിൽ he was diagnosed with cancer. അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ പറയും, കാരണം he was in the UAE, ഞാൻ നാട്ടിലാണ്. ഞങ്ങൾ പറയും, കർത്താവ് ഒരു 5 വർഷം കൂടെ തരണം. He had a desire to come to India and do ministry. So ഞങ്ങൾക്ക് ഒരുമിച്ച് നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യാമല്ലോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ 6 മാസവും പ്രാർത്ഥിച്ചു. ബട്ട് ജൂണിലെ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഹി വാസ് ഇൻ UAE-യിലായിരുന്നു അഡ്മിറ്റായ. ഞാൻ പുള്ളിയെ കാണാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു അറബിക് ഡോക്ടറാണ്. ബ്ലണ്ട്ലി he said he will live for 6 months, he will die. But we as people of God, we were praying. പലരും പറഞ്ഞു, എല്ലാം നന്മയ്ക്കായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ആ വചനം പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവെ നന്മയ്ക്കാക്കി തീർക്കണം. 5 വർഷം കൂടെ അറ്റ്ലീസ്റ്റ് for 60. We was only 64. But December 6th morning around 10 a.m. he had a cardiac arrest. He died. I felt the world around me falling apart. എൻ്റെ വിശ്വാസം തകർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. കർത്താവ്, ആ വചനം എങ്ങനെയാണ് ഇതിന് സത്യമാകുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപിനി. എങ്ങനെയാണ്, ഹൗ ക്യാൻ വി ഫേസ് ദ പീപ്പിൾ, വാട്ട് വി വിൽ ടെൽ ദ ലോർഡ്, ടെൽ ദ കമ്മ്യൂണിറ്റി. 40 വർഷം നിന്റെ വേല ചെയ്തൊരു വ്യക്തിയാണ്, അതൊക്കെ പറഞ്ഞും പ്രാർത്ഥിച്ചു. കർത്താവ് അതെങ്കിലും കൺസിഡർ ചെയ്യണം. ദൈവം ഒന്നും കൺസിഡർ ചെയ്തില്ല. ഹല്ലേലൂയ. അവസാനം ദൈവം പറഞ്ഞു, മോനെ, അന്ന് 7ാം തീയതി, അതായത് ഇന്ന്, ദൈവം പറഞ്ഞു അടുത്ത വാക്യം വായിക്കാൻ പറഞ്ഞു. Romans 8:28 ആണ് ഞാൻ പറഞ്ഞ വാക്യം. Romans 8:29. Can anybody read that? നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താണ് ആ നന്മ എന്നുള്ളത് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. താൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ഒരു മുൻ നിയമനമുണ്ട്. അതാണ് ദൈവം കാണുന്ന ആത്യന്തികമായ നന്മ. അതിൽ കുറഞ്ഞതൊന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ വാക്യം കേൾക്കുമ്പോൾ, നന്മയെന്ന് പറയുന്നത് ഒരു ജോലി പോയാൽ അതിനേക്കാളും സാലറി ഉള്ളൊരു ജോലി കിട്ടുക,
അല്ലെങ്കിൽ ഒരു വിവാഹാലോചന മുടങ്ങിപ്പോയാൽ നല്ലൊരു വേറെ വിവാഹം. അതെല്ലാം നമ്മുടേതായ അണ്ടർസ്റ്റാൻഡിങ്, ദൈവത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മളെക്കുറിച്ച് എല്ലാവർക്കും ഒരു നന്മയേ ഉള്ളൂ. വാട്ട് ഈസ് ദാറ്റ്? ഹി വാണ്ട് ടു മേക്ക് us conform us back into the image of Christ. ക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ എന്നെയും നിങ്ങളെയും അനുരൂപമാക്കുക എന്നുള്ള നന്മയാണ് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്നത്. അതിന് ദൈവം ഇതെല്ലാം, നമ്മൾ കടന്നു പോകുന്ന കഷ്ടതകൾ, നമ്മൾ കടന്നു പോകുന്ന പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ എല്ലാം ദൈവം ഉപയോഗിക്കും. ദൈവം എന്ന് പറഞ്ഞ് ഈവൻ മരണം വരെയും ഞാൻ ഉപയോഗിക്കും. എൻ്റെ പിതാവിൽ ഞാൻ എൻ്റെ പ്രവൃത്തി തികച്ചു, തന്നെ ഞാൻ കൊണ്ടുപോയി. ആ മരണത്തിൻ്റെ വേദന നിന്നിൽ ഇനിയും ചില പണികൾ ചെയ്യാനുണ്ട്, അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. അന്ന് 7-ാം തീയതി, നെക്സ്റ്റ് ഡേ, എൻ്റെ എല്ലാ ഡിപ്രഷൻ മാറി. യെസ്, വി സ്റ്റിൽ മിസ് ഹിം. പക്ഷെങ്കിൽ ഐ വാസ് നെവർ ഡിപ്രസ്ഡ് അഗൈൻ. ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി, ഇനി ഞാൻ നിന്നോടൊന്നും ചോദിക്കുന്നില്ല, ബിക്കോസ് ഐ ഹാവ് സീൻ ദ ട്രൂത്ത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാ ഇങ്ങനെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ: ദൈവത്തോട് കൂടെ നടക്കണം. നിങ്ങൾ 50, 60, 70, 80, 90 വയസ്സ് ജീവിച്ചാലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പറയണം, അവൻ എന്നോട് കൂടെ നടന്ന മനുഷ്യനാണ്, അവൻ എന്നോട് കൂടെ നടന്ന വ്യക്തിയാണെന്ന് പറയുവാൻ നമ്മൾ പ്രാഗൽഭ്യം പ്രാപിക്കണം. പകൽക്കാലം ഒരിക്കൽ കൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Let us be committed. Hallelujah. നമ്മുടെ കമ്മിറ്റ്മെന്റ് ഒന്ന് റിന്യൂ ചെയ്യാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളൊന്ന് റിന്യൂ ചെയ്യാം. കർത്താവേ, ഒരിക്കൽ കൂടി ഞാൻ കമ്മിറ്റ് ചെയ്യുകയാണ്. എൻ്റെ സാഹചര്യങ്ങൾ മാറിയാലും, എൻ്റെ അവസ്ഥകൾ മാറിയാലും, എൻ്റെ നന്മകൾ ഹല്ലേലൂയ കുറഞ്ഞു പോയാലും ഞാൻ കമ്മിറ്റ് ചെയ്യുകയാണ്. കൺസിസ്റ്റൻ്റായി നിന്നോട് കൂടെ നടക്കാൻ, സ്ഥിരമായി അങ്ങയോട് കൂടെ നടക്കാൻ ഞാൻ എന്നെ തന്നെ കമ്മിറ്റ് ചെയ്യുകയാണ്. വിശുദ്ധമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ജയിക്കുവാൻ എവിടൊക്കെ ഞങ്ങൾ തോറ്റിട്ടുണ്ടോ, എവിടൊക്കെ ഞങ്ങൾ കർത്താവ് വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ടുണ്ടോ, പല കാര്യങ്ങളും ഉണ്ട് കർത്താവ്, ശരിയാകും, അവിടെ എല്ലാം ജയിച്ചു കയറുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ സഭയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജയാളികളായി മാറ്റപ്പെടുവാൻ, ക്രിസ്തുവിന്റെ അഭിഷക്തരായി തീരുവാൻ, അവരെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ഹല്ലേലൂയ പരിപൂർണമായി നിവർത്തിക്കപ്പെടേണ്ടതിന് ഈ തലമുറയിലും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനമായി ഹല്ലേലൂയ മാറ്റപ്പെടേണ്ടതിന്, കർത്താവിന് വേണ്ടി അടുത്തൊരു തലമുറയെ ഒരുക്കേണ്ടതിന് ഇവരെ ഹല്ലേലൂയ ദൈവം ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രസംഗിച്ച വചനത്തിന്റെ കൃപയിൽ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.